ഇപ്രാവശ്യത്തെ നോമ്പിന് സ്നാക്സ് ഒന്നും വല്ലാണ്ട് ഉണ്ടാക്കാൻ തോന്നുന്നില്ല കേട്ടോ. അധികവും ഡ്രിങ്ക്സാണ് ഉണ്ടാക്കിയെടുക്കാറ്. സ്നാക്സിലേക്കൊന്നും നോക്കാൻ തന്നെ തോന്നുന്നില്ല, അത്രയും ചൂടാണല്ലോ. അപ്പം ഏത് തരം വെറൈറ്റി ജ്യൂസാണ് ഓരോ ദിവസം അടിക്കാമെന്ന് പരീക്ഷിക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഷെയർ ചെയ്യുന്നത്. പൂവമ്പഴം എടുത്തിട്ടുണ്ട്, 3 എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കരുത് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് വല്ലാണ്ട് ഉണ്ടാവില്ല. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരുപാട് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴാണ് പഴത്തിൻ്റെ ആ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുതിർത്തെടുത്തിട്ടുള്ള ഒരു 4 ഈത്തപ്പഴവും ഒരു 5-6 കാഷ്യൂസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. കാഷ്യൂസ് മാത്രമല്ല, ബദാമൊക്കെ നിങ്ങൾക്ക് സോക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. പിന്നെ അതിലേക്ക് ഞാനൊരു 4 ഏലക്കായയുടെ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. വാനില എസൻസ് ചേർത്താൽ ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പിൽ താഴെയായിട്ടാട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മൾ ഈത്തപ്പഴമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 1/2 കപ്പിൽ കുറച്ച് താഴെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പാലാണ് വേണ്ടത്. ഞാൻ ഇവിടെ 3 കപ്പ് പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങളുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ഫ്ലേവറിന് ഏലക്കായ ചേർത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഏലക്കായ്ക്ക് പകരം നിങ്ങൾക്ക് വാനില എസൻസും ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ പിസ്തായുടെ എസൻസ് അല്ലെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് അതൊക്കെ ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ പഴത്തിൻ്റെ ജ്യൂസാണെന്ന് പറയില്ല കേട്ടോ. അതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. പഴത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് പഴം ഇട്ടിട്ട് ഇങ്ങനെ തിക്കായിട്ട് അടിച്ചെടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ലൂസായിട്ട് വേണം ഈ ഒരു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുതേ. ഇൻഷാല്ലാ പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്